ഞങ്ങളിന്ന് ചെറുതായ ഒരു ട്രിപ്പ് പോവാണ്. കോഴിക്കോട് വയനാടാണ് പോകുന്നത്. നമുക്ക് സാധനങ്ങളൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. വണ്ടിയൊക്കെ റെഡിയാണ്. നമ്മൾ ഈ ഒരു വണ്ടിയിലായിട്ട് പോകുന്നത്. സെല്ലറിയോ ഈ ഒരു വണ്ടിയിലാണ് പോകുന്നത്. ജയ്കുട്ടാ, എവിടെ നമ്മൾ പോകുന്നത്? ടൂറ് പോവാണോ? എവിടെയാണ് ടൂർ പോണത്? വയനാട്. വയനാട്. അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച കേട്ടോ, സ്കൂളുള്ള ദിവസമാണ്. അപ്പോൾ അന്നൊക്കെ സ്കിപ്പ് ചെയ്തിട്ടാണ് ഇന്ന് പോകുന്നത്. 2 ദിവസം വയനാട് സ്റ്റേ ഉണ്ടാവും, കോഴിക്കോട് പ്ലസ് വയനാടായിട്ട്. അപ്പോൾ നമ്മൾ ഇറങ്ങാനായിട്ടുള്ള എല്ലാം റെഡി ആയിട്ടുണ്ട്. ഡ്രസ്സും പെട്ടിയും കാര്യങ്ങളും വണ്ടിയൊക്കെ റെഡി ആക്കിയിട്ടുണ്ട്. വാർച്ചയോടെ വണ്ടി എഴുതുന്നുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഇതൊക്കെ ഒന്ന് എടുത്തു വെക്കണം. നമ്മുടെ വണ്ടി റെഡി ആയിട്ടോ. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം പോയിട്ട് വണ്ടിയൊക്കെ നല്ല അടിപൊളിയായിട്ട് സർവീസൊക്കെ ചെയ്ത് അണ്ടർ ബോഡി അപ്പർ ബോഡിയൊക്കെ സർവീസ് ചെയ്ത് നല്ല ഓയിലൊക്കെ ചെക്ക് ചെയ്തു. എല്ലാം റെഡിയാക്കിയിട്ട് നമ്മളിങ്ങനെ പോകാൻ വേണ്ടിയിട്ട് എല്ലാം സെറ്റാക്കി വെച്ചിരുന്നു വണ്ടി. കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു ലോഡ് സാധനങ്ങളൊക്കെ ഉണ്ട്. ചെരുപ്പ്, 3-4 പേരുടെ ചെരുപ്പ് സാധനങ്ങൾ, പിന്നെയൊക്കെ ഈ ഒരു പെട്ടിയൊക്കെ എടുത്ത് വെക്കണം. ഇതിനകത്ത് വണ്ടി ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ തുടച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ടില്ലേ, വണ്ടി സെറ്റാണ് മോനെ. ഞങ്ങൾ കോഴിക്കോട് എത്തിയപ്പോഴത്തേക്ക് രാത്രിയായി. ബീച്ചിൽ കുറച്ച് നല്ല തിരക്കുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ നടന്നില്ല. ഫോട്ടോഷൂട്ട് കാര്യങ്ങളൊക്കെ ഒന്നും നടന്നില്ല. വെച്ചിട്ടുണ്ടെങ്കിൽ സന്ധ്യയായി കഴിഞ്ഞപ്പോൾ ഞങ്ങളിപ്പോൾ ഉള്ളത് ഐ ലവ് കോഴിക്കോട് ബീച്ചിലാണ്. എന്തായാലും ഇവിടെ വന്നിട്ട് കുറച്ച് ഐസൂര് ചെയ്ത് കുറച്ച് ഇവിടുത്തെ ബീച്ചിൽ കിട്ടുന്ന കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നല്ല അടിപൊളിയായിട്ട് മേടിച്ച് കഴിച്ചു. എന്തായാലും നല്ലൊരു കിള്ളം വൈബ് തന്നെ കേട്ടോ. ഇവിടെ കുറച്ച് നേരത്തെ വരണ്ടായിരുന്നു, പകൽ വരണ്ടായിരുന്നു. ഞങ്ങൾ പല സ്ഥലത്തേക്ക് കയറി ഇറങ്ങി, കുറച്ച് ലൈറ്റായി. എന്തായാലും ഇനിയിപ്പോൾ ഇവിടെ സ്റ്റേ ചെയ്യണം. നമ്മൾ റൂം എടുത്തിട്ടുണ്ട്. അതിനുശേഷം നേരെ രാവിലെ തന്നെ വയനാട് പിടിക്കണം. നമ്മുടെ മെയിൻ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് വയനാടാണ്. അപ്പോൾ അതാണ്, വയനാട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇവിടെ ഇടയ്ക്ക് ഒന്ന് സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട് കോഴിക്കോട് നിന്നാണ്. അപ്പോൾ നേരെ വയനാട് ഇനി രാവിലെ തന്നെ പോകണം വയനാട്. അപ്പോൾ വയനാട്ടിലെ കാഴ്ചകളാണ് മെയിനായിട്ട് നമ്മളിങ്ങനെ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ കോഴിക്കോട് ബീച്ചിൽ വന്നപ്പോൾ നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകൾ. രാത്രി ആയതുകൊണ്ട് ഒന്നും എടുക്കാൻ പറ്റുന്നില്ല. ഓക്കെ, എന്ത് ബ്യൂട്ടിഫുൾ ആണെന്നൊക്കെ ഐ ലവ് കോഴിക്കോട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ രാത്രി നൈറ്റിൽ ഇത്ര ലൈറ്റിൻ്റെ കാര്യങ്ങളൊക്കെ കാണാമെന്നല്ലാണ്ട് വേറെ ഒരു രക്ഷയില്ല. ഫോട്ടോ എടുക്കാനൊന്നും നടക്കുന്നില്ല. അപ്പോൾ നമ്മളിങ്ങനെ രാത്രി വൈബ് എൻജോയ് ചെയ്തു. നമ്മുടെ ബീച്ചിൻ്റെ നല്ല ഭംഗിയായിട്ടുള്ള ബീച്ചാണ്. നിറയെ ആളുകൾ, തിരക്ക്, ബഹളം. ഞാൻ അത്ഭുതപ്പെടാണ്. നമ്മുടെ എറണാകുളത്ത് മറൈൻ ഡ്രൈവിൻ്റെ അവിടെ ഒരു ബീച്ച്, മറൈൻ ഡ്രൈവിൻ്റെ ഒരു സ്ഥലം, അവിടെ ഒരു ഇതുപോലുള്ളൊരു സ്ഥലമുണ്ട്. അതുപോലെ തന്നെ ചെറായി ബീച്ചുണ്ട്. ഇതൊന്നും ഇത്രയും മനോഹരമല്ല, ഇത്രയും ഓർഗനൈസ്ഡ് അല്ല അവിടെയുള്ള സംഭവങ്ങളോട്. എറണാകുളത്തുള്ള ബീച്ചോ അല്ലെങ്കിൽ മറൈൻ ഡ്രൈവിൻ്റെ ഭാഗങ്ങളൊന്നും ഇത്രയും ഓർഗനൈസ്ഡ് അല്ല. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് അടിപൊളിയാണ്. ഞാൻ വന്നപ്പോൾ എനിക്ക് കുറേ നേരം ഇവിടെ സ്പെൻഡ് ചെയ്യണമെന്നുണ്ട് കേട്ടോ. പിന്നെ ചുറ്റും പുറവും ബിസിനസ്സാണ്, അതായത് മെയിനായിട്ട് കച്ചവടമാണ് ഇതിൻ്റെ ചുറ്റുപുറം ഈ ബീച്ചുമായി ബന്ധപ്പെട്ട് നടക്കുന്ന കാര്യം. അത്രത്തോളം ആളുകൾ ഇവിടെ വരുന്നുണ്ട്. വെളിനാട്ടിൽ നിന്നും ഇവിടത്തുള്ള ആളുകളൊക്കെ വന്ന് ഇവിടെ നിന്ന് കറങ്ങുന്നുണ്ട്. നിങ്ങൾ രണ്ടുപേരും എന്താ നടന്ന് ക്ഷീണിച്ചാ? എന്ത് പറ്റി അറിയോ? എന്താണ്? രണ്ടുപേരും ക്ഷീണിച്ചിരിക്കുക. പോവല്ലേ? ഇനി എവിടെ പോകണ്ടേ? മിഠായി തരുവാ? അവിടുത്തെ മേടിക്കാനാ? ബാന്നാ. അപ്പോൾ നമ്മൾ കോഴിക്കോട് ബീച്ചിനോട് വിട പറയുകയാണ്. അപ്പോൾ നമ്മൾ തൽക്കാലത്തേക്ക് കോഴിക്കോട് ബീച്ചിനോട് വിട പറയുകയാണ്. എന്തായാലും കുറേ സംഭവങ്ങൾ കഴിച്ചു. ഞാൻ മെയിനായിട്ട് എനിക്ക് അവിടെ ആവശ്യമുണ്ടായിരുന്നത് ഐസൂര് ഇതായിരുന്നു കേട്ടോ. അപ്പോൾ അത് പക്ഷേ എന്താണ് പെട്ടെന്നുള്ള എനിക്ക് വലിയൊരു സുഖമായിട്ട് തോന്നിയില്ല. കാര്യം 2 ഫ്ലേവറുള്ളത് കഴിച്ചു. പക്ഷേ എനിക്ക് ഉപ്പിലിട്ടതൊക്കെ ഞാൻ ഒരുപാട് കഴിച്ചു. അതുകൊണ്ടാണോ എന്നറിയില്ല. എന്തായാലും ഐസൂര് കഴിച്ചു, കുറേ ഉപ്പിലിട്ടത് കഴിച്ചു, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ കഴിച്ചു. കാടമുട്ട, ചായ കുടിച്ചു. എന്തായാലും അടിപൊളി. ഓക്കെയാ? എല്ലായിടത്തും ഇഷ്ടമായിടാ? വിട്ടാലെന്നാ വയനാട് പോയല്ല? കോഴിക്കോട് ബീച്ച് ഇഷ്ടമായില്ല?
ഞങ്ങൾ ഇന്നലെ മർഹബ പാലസ് എന്ന് പറഞ്ഞ നമ്മൾ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തായിട്ടുള്ള ഒരു ഹോട്ടലിലാണ് താമസിച്ചത്. അടിപൊളി ഒരു അക്കോമഡേഷൻ ആയിരുന്നു, സൂപ്പറായിരുന്നു. നല്ല റൂമും ഫെസിലിറ്റീസൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് രാവിലെ തന്നെ ഇറങ്ങിയിരിക്കുകയാണ്. മാർക്കറ്റിൻ്റെ ഭാഗത്തൂടെ ഞങ്ങൾ ഇനി ഒന്നും കൂടെ ഒന്ന് ബീച്ചിലേക്ക് ഒന്ന് പോകണം എന്നുള്ളൊരു പ്ലാനിൽ രാവിലെ തന്നെയുള്ള കോഴിക്കോടിൻ്റെ മാർക്കറ്റിൻ്റെ വ്യൂ ആണ്. ഒരുപാട് വണ്ടികൾ വന്ന് കിടക്കുന്നുണ്ട് ലോഡ് ഇറക്കാനായിട്ട്. കടകളൊന്നും തുറന്നിട്ടൊന്നുമില്ല. ഇപ്പോൾ സമയം 7 മണിയായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ തൽക്കാലത്തേക്ക് കോഴിക്കോടിനോട് ഇവിടെ പറഞ്ഞ് ഞങ്ങൾ നേരെ വയനാട് പോയി കേട്ടോ. അപ്പോൾ നമ്മളിതാ ബീച്ചിൻ്റെ അങ്ങോട്ട് ഒന്നും കൂടെ രാവിലെ തിരികെയാണ്. അപ്പോൾ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കാണാൻ ഒന്നും കൂടെ കണ്ട് പോകാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പകലായതുകൊണ്ട് കുറച്ച് ഭംഗി ഉണ്ടാവുമല്ലോ. നല്ല കിട്ടലും ഫോട്ടോ ഇതാണ് സ്റ്റാർ ബക്സിൻ്റെ ഒക്കെ അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കാം. നമുക്ക് കോഴിക്കോടിൻ്റെ മനോഹരമായിട്ടുള്ള രാവിലത്തെ മോർണിംഗ് വ്യൂ ആണ് നമ്മളിപ്പോൾ കാണുന്നത്. അടിപൊളിയിലെ ആളുകൾ, ഒരുപാട് ആളുകൾ നടക്കാനും ചുമ്മാ വന്ന് ഇരിക്കാനൊക്കെ ആയിട്ടാ ഇവിടെ അങ്ങനെ വന്നിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഇവിടെ ഒന്ന് കയറിയിട്ട് പോകാം അല്ലേടാ? വാ രാവിലെ തന്നെ അങ്ങനെ ബീച്ചിൽ വന്നിരിക്കുകയാണ് കേട്ടോ. നല്ല അടിപൊളി. ഞങ്ങൾ ഇന്നലെ രാത്രി ഇതൊക്കെ മിസ് ചെയ്തു, ഭയങ്കരമായിട്ട് മിസ് ചെയ്തു ഈ വ്യൂ ഒക്കെ. ആ